ADGP MR അജിത് കുമാറിന്റെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച CPIM-ലും ഇടതുമുന്നണിയിലും ഒരുപോലെ തർക്കവിഷയമാവുകയാണ്. പാർട്ടിക്ക് അതൃപ്തിയുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി തുറന്നു പറഞ്ഞതിന് പിന്നാലെ CPI ദേശീയ നേതൃത്വവും നിലപാട് കടുപ്പിച്ച് രംഗത്തുണ്ട്. കൂടിക്കാഴ്ചയിൽ വ്യക്തത വേണമെന്ന് CPL ജനറൽ സെക്രട്ടറി D. രാജ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. D. രാജയുടെ പ്രതികരണം ആദ്യം കാണാം. ADGP meeting RSS leaders has become a huge controversy, not only in Kerala, outside Kerala also. People are debating, created so many speculations. Has already taken up this issue, and party will continue to study the matter further and study its impact, its consequences on the political social life of Kerala. So we have asked our party leadership in Kerala to take note of this and get back to the All India leadership. That's all. പാർട്ടിയിലും മുന്നണിയിലും കരുത്തനായ നേതാവായിരുന്ന പിണറായി വിജയൻ ഇതാദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് RSS കൂടിക്കാഴ്ച വിവാദത്തിന്റെ ഫലം. വിവാദം മൂർച്ഛിക്കുമ്പോഴും ഒരക്ഷരം പോലും മിണ്ടാതെ മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി. ആക്ഷേപം കടുത്തിട്ടും പ്രതിരോധിക്കാതെ നിസ്സംഗനായിരിക്കുന്ന പിണറായി വിജയന്റെ പുതിയ ശൈലിയിലും മുന്നണിയിലും സർക്കാരിലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. ശ്രീജിത്താണ് ഈ പാർട്ടിയിലും മുന്നണിയിലും നടക്കുന്നതിന്റെ വിശദാംശങ്ങളുമായുള്ളത്. നോബൽ മാരിക്കാരൻ D. രാജയുടെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളും ആദ്യം നോബലിലേക്ക് പോവുകയാണ്. നോബൽ, D. രാജ CPI ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. ഈ വിഷയം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഇപ്പോൾ D. രാജ പറഞ്ഞിരിക്കുന്നത്. CPI നേരത്തെ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞത് കേരളത്തിന് ഉത്കണ്ഠയുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എന്നുള്ളതാണ്. ജനം അറിയാൻ ആഗ്രഹിക്കുന്നു എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ്. അപ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. CPM-നെ പരസ്യമായി വിമർശിക്കുന്ന ഒരു രൂപത്തിലേക്ക് D. രാജയുടെ പ്രതികരണം പോയിട്ടുണ്ടോ? എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? സ്മൃതി, സംസ്ഥാന CPI നേതൃത്വം പങ്കുവച്ച അതേ ആശങ്ക ഇക്കാര്യത്തിൽ CPIയുടെ കേന്ദ്ര നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് D. രാജയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ADGP-യുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച സംസ്ഥാനത്തിന് അകത്ത് മാത്രമല്ല പുറത്തും ഈ വിഷയം ചർച്ചയായിട്ടുണ്ട്. പല ഊഹാപോഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രചരിക്കുകയും ചെയ്യുന്നു. ആ പശ്ചാത്തലത്തിൽ ഇതിന് വ്യക്തത വേണം എന്നാണ് D. രാജ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ എന്തെല്ലാം പ്രതിഫലനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും എന്നുമായി ബന്ധപ്പെട്ട ആശങ്കയും ഉണ്ട്. പ്രത്യേകിച്ച് ഈ CPI സ്ഥാനാർത്ഥി തൃശൂർ തോറ്റടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനിടയിൽ പല ഘട്ടങ്ങളും ചർച്ച ചെയ്ത് പോയതാണ്. അത്തരത്തിൽ മറ്റെന്തെല്ലാം പ്രതിഫലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളോ അല്ലെങ്കിൽ വരും നാളുകളിലോ മുന്നണിക്കകത്തും ഒപ്പം കേരളത്തിലും രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും എന്നതിലുള്ള ആശങ്ക ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിനുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന നേതൃത്വത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ D. രാജയുടെ ഭാഗത്ത് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം ഇതിന് ഉണ്ടാകാൻ പോകുന്ന പ്രതിഫലനങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി കൊണ്ട് റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമായിരിക്കും ഇതിൽ ബാക്കി നടപടികളിലേക്ക് ബാക്കി എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് CPI കടക്കുകയുള്ളൂ എന്നും വ്യക്തമാക്കുന്നു. നിലവിൽ LDF-ന്റെ ഭാഗം തന്നെയാണ് CPI. പക്ഷേ CPIക്ക് അതിന്റേതായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ദേശീയ നേതാക്കൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ ഗൌരവത്തോടെ കണ്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ള നിർദ്ദേശം നൽകുകയും സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് അത്തരത്തിൽ ആ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് എന്നുകൂടി ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതാണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ADGP RSS നേതാക്കളുടെ കൂടിക്കാഴ്ച അതീവ ഗൗരവത്തോടെയാണ് CPI ദേശീയ നേതൃത്വം കാണുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സംസ്ഥാനത്തോട് കേന്ദ്രം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ശരി.